ഉത്തർപ്രദേശിലെ മഥുരയിൽ ഇത്തവണയും താമര വിരിയിക്കാനുള്ള നിയോഗം ഹേമ മാലിനിക്ക് തന്നെയാണ്. 2014 മുതൽ ലോക്സഭയിൽ മഥുരയെ പ്രതിനിധീകരിക്കുന്ന ഹേമ മാലിനിക്ക് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കളെത്തിയാണ് മഥുരയിൽ പ്രചരണം കൊഴുപ്പിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമെന്ന നിലയിൽ മഥുര ലോക പ്രശസ്തമാണ്. ഇസ്ലാമിക അധിനിവേശം ഏൽപ്പിച്ച മുറിപ്പാടികൾ ഇന്നും ഹൃദയത്തിൽ പേറുന്നവരാണ് മഥുര നിവാസികൾ എന്നത് തമസ്കരിക്കാനാകാത്ത സത്യവും. ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യം ജീവിതവ്രതമാക്കിയവരാണ് മഥുരക്കാർ. ഭഗവാന്റെ നെറ്റിയിലെ തിലകക്കുടിയാണ് താനെന്ന അവരുടെ MP കൂടിയായ ഹേമ മാലിനി പ്രതികരിച്ചതിൽ പിന്നെ മഥുരയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേഗത കൈവരിച്ച അവസ്ഥയാണ്. മാത്രമല്ല, മുസ്ലിം വിഭാഗവും നിർണായകമായ മഥുരയിൽ ഹേമ മാലിനി അവർക്കിടയിൽ സ്വീകാര്യ തന്നെ. ഇതിനൊപ്പം മഥുരയിൽ വേരോട്ടമുള്ള രാഷ്ട്രീയ ലോക്ദൾ കൂടി NDAയുടെ ഭാഗമായതോടെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് BJP പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ മുഖ്യ എതിരാളിയായ രാഷ്ട്രീയ ലോക്ദളിന്റെ കുൻവാർ നരേന്ദ്ര സിംഗിനെ 2,93,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് വെറും 28,000 വോട്ടുകൾ മാത്രമാണ്. കോൺഗ്രസിനും BSPക്കും ഇത്തവണ സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും അവസ്ഥ ദയനീയമാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കം മഥുരയിലെത്തി പ്രചരണം കൊഴുപ്പിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമായതിനാൽ രാജ്യത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് BJP മഥുരയിൽ പ്രതീക്ഷിക്കുന്നത്. ജനം, ഡൽഹി.